ഇറാനിൽ നിന്ന് ഒരു സുപ്രധാന വാർത്ത പുറത്തു വരുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ആ വധശിക്ഷ നടപ്പിലാക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രതിഷേധക്കാരെ കൊല്ലുന്നത് ഇറാൻ നിർത്തിവെച്ചതായാണ് ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തൽ. ഇറാനിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. നോക്കാം. അതോ ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും തന്ത്രമുണ്ടോ? ഇറാനിലെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 26 വയസ്സുകാരൻ എർഫാൻ സൊൾട്ടാനിയുടെ വധശിക്ഷ പിൻവലിച്ചതായിട്ടാണ് വിവരം. വൈറ്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാനിൽ കൊലപാതകങ്ങൾ നിർത്തിയിരിക്കുന്നു. ഇനി വധശിക്ഷകൾ നടപ്പാക്കാൻ അവർക്ക് പദ്ധതിയൊന്നുമില്ല, അല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന് തനിക്ക് വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഒരു തുണിക്കട ഉടമയായിട്ടുള്ള സോൾട്ടാനിയെ ദിവസങ്ങൾക്ക് മുൻപാണ് അധികൃതർ പിടികൂടിയത്. വെറും 2 ദിവസത്തെ വിചാരണയ്ക്ക് ശേഷം ബുധനാഴ്ച വധശിക്ഷ നടപ്പാക്കാനായിരുന്നു ഇറാൻ ഭരണകൂടത്തിന്റെ നീക്കം. എന്നാൽ ട്രംപിന്റെ ശക്തമായ ഇടപെടൽ ഇതിൽ നിർണായകമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 1979 വിപ്ലവത്തിന് ശേഷം ഇറാൻ ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നിലവിലെ ജനകീയ പ്രതിഷേധം. സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടങ്ങി രാഷ്ട്രീയ മാറ്റത്തിനായിട്ടുള്ള പോരാട്ടമായി ഇതിപ്പോൾ വളർന്നു കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 10,000 തടവിലാക്കപ്പെടുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധക്കാർക്കെതിരെയുള്ള വധശിക്ഷ ഇറാൻ ആയുധമാക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നിയന്ത്രണമുള്ളതിനാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറം ലോകം അറിയാൻ വൈകുന്നുണ്ടെങ്കിലും സോൾട്ടാനിയുടെ കേസ് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് തന്നെ കാരണമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രംപിന്റെ നിലപാടാണ്. പ്രതിഷേധക്കാരെ വധിച്ചാൽ അമേരിക്ക വളരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, വധശിക്ഷകൾ അവസാനിപ്പിക്കുന്നതുവരെ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള എല്ലാ കൂടിക്കാഴ്ചകളും അദ്ദേഹം റദ്ദാക്കുകയും ചെയ്തു. ചർച്ചകളെല്ലാം തന്നെ പിന്നീട് എന്നുള്ള ഒരു നിലപാടാണ്. അമേരിക്കയുടെ സാമ്പത്തികവും നയതന്ത്രപരവുമായിട്ടുള്ള സമ്മർദ്ദത്തിന് മുന്നിൽ ഇറാൻ വഴങ്ങുന്നു എന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്നത്. എങ്കിലും ഇറാൻ ജുഡീഷ്യറി ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നുമുണ്ട്. ഇറാൻ വധശിക്ഷകൾ നിർത്തിവെച്ചു എന്നത് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്നുണ്ടെങ്കിലും ഈ ടേൺ എത്രത്തോളം ശാശ്വതമാണെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ട്രംപിന്റെ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യമാകുമോ, അതോ ഇറാൻ വീണ്ടും നിലപാട് മാറ്റുമോ? ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 8 മലയാളം.